ഹലോ കൂട്ടുകാരെ, നമ്മളെ ചെമ്മീൻ വെച്ചിട്ട് ചെമ്മീൻ പീര തയ്യാറാക്കി കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചെമ്മീനും മാങ്ങയും കൂടിയിട്ട് നല്ലൊരു പീരയാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ? നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ചെറിയ ചെമ്മീനാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലുതാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി നല്ലപോലെ കഴുകി ഒരു ചട്ടിക്കകത്തോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 7 ഉള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും പിന്നെ കുറച്ച് കാന്താരിമുളകും കുറച്ച് കറിവേപ്പിലയും ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ പുരട്ടി വെക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കുടംപുളിയാണോ മാങ്ങയാണോ ചേർക്കുന്നതെന്ന് വെച്ചാൽ അതെന്താണെന്ന് വെച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ. ഞാനിപ്പോൾ ഇവിടെ മാങ്ങയാണ് ചേർക്കുന്നത്. മാങ്ങയ്ക്ക് പകരം കുടംപുളിയും ചേർക്കാം കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ഒരു അര കപ്പ് തേങ്ങയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് ഞെരടി എടുക്കണം കേട്ടോ. നല്ലതൊന്ന് പുരട്ടിയെടുക്കണം. ഇതിനകത്ത് ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ചെമ്മീനിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വരുമെന്ന് അറിയാമായിരിക്കുമല്ലോ അല്ലേ? അപ്പം അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കാനേ. ആദ്യമേ നമ്മളിത് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ആ ഉള്ളിയൊക്കെ നല്ലതുപോലെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഞെരടുന്ന സമയത്ത് നല്ലപോലെ ഒന്ന് മിക്സായി നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. അതിനുശേഷം അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചെമ്മീനിൽ നിന്നൊക്കെ നല്ലപോലെ വെള്ളം ഇറങ്ങി വരുവേ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാവേ. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഇടയ്ക്കൊന്ന് ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇതാ ഇതുപോലെ നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നമ്മൾ പീര പരുവത്തിലാക്കി എടുക്കണം. ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ നേരത്തെ തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവേ. പിന്നെ നമ്മുടെ മാങ്ങയൊക്കെ നല്ലപോലെ വെന്ത് വന്ന് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ചെമ്മീൻ മാങ്ങ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.